ഈ മനുഷ്യനെ കൊണ്ട് മുതലകൾക്ക് തീറ്റ കൊടുക്കാൻ ഈ മൊട്ടത്തലയൻ സുഹൃത്ത് നിർബന്ധിച്ചു. എന്നാൽ അയാൾ തടികൊണ്ടുള്ള പാലത്തിന്റെ മധ്യഭാഗത്തെത്തിയ നിമിഷം സുഹൃത്ത് അയാൾ കാണാതെ ആ പാലം പുറകിലേക്ക് വലിച്ചുമാറ്റി. ഇപ്പോൾ അയാൾ ഒരു ചെറിയ പാറയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. ചുറ്റും മുതലകൾ അയാളെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. അവന്റെ സുഹൃത്ത് ഒന്നും മിണ്ടാതെ അത് നോക്കി നിന്ന ശേഷം അവിടെ നിന്ന് നടന്നുപോയി. കാര്യം ഇപ്പോൾ വ്യക്തമാണ്. അയാളെ കൊല്ലാനാണ് സുഹൃത്തിന് വേണ്ടത്. അയാൾ വേഗത്തിൽ ഒരു കഷ്ണം പച്ചമാംസമെടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു. മുതലകളുടെ ശ്രദ്ധ മാറ്റാൻ കഴിയുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു. എന്നാൽ അവിടെ ഒരുപാട് മുതലകൾ ഉണ്ടായിരുന്നു. അയാൾ എറിഞ്ഞ ഭക്ഷണം ഒന്നിനും തികയുമായിരുന്നില്ല. പെട്ടെന്ന് ഒരു മുതല കരയിലേക്ക് കയറി വരുന്നത് അയാൾ കണ്ടു. അയാൾ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. അപ്പോഴാണ് കരയ്ക്ക് സമീപം കെട്ടിയിട്ടിരുന്ന ഒരു ചെറിയ ബോട്ട് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ അത് കുറെ ദൂരെയായിരുന്നു. അതേസമയം ഒരു മുതല അയാളുടെ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. പേടിച്ച് വിറച്ചുകൊണ്ട് അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ മാംസകഷ്ണവും വെള്ളത്തിലേക്ക് എറിഞ്ഞു. എന്നാൽ ഇപ്പോൾ കൂടുതൽ മുതലകൾ അവിടേക്ക് വന്നു. മുതലകൾക്കിരയാകാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ അയാൾ വിചിത്രമായ ഒന്ന് ശ്രദ്ധിച്ചു. അവന് പിന്നിലായി മുതലകൾ ഒരു പാലം പോലെയുള്ള ആകൃതിയിൽ നിരന്നു നിന്നിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ ആ മനുഷ്യൻ മുതലകളുടെ പുറത്തുകൂടി ചാടി ആ മരണക്കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.